അപ്പോൾ ഗായ്സ് ഞങ്ങൾക്ക് എനിക്ക് ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ബസ്സിൽ എടുക്കുന്നത് ശേഷം പക്ഷേ നല്ല ടയേർഡായതുകൊണ്ട് ഞാൻ വേഗം കടന്നു തുടങ്ങിയത് ബസ്സിൽ കടന്നിട്ട് പിന്നെ വന്നിട്ട് ഉറക്കപ്പിച്ചിലായി കൊണ്ട് എടുക്കാൻ പറ്റില്ല. വന്നത് നേരെ ബെഡ് കണക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് ഗണപതി ക്ഷേത്രത്തിലോട്ടും സൂയിലോട്ടുമാണ്. ഞാൻ റെഡിയായി കഴിഞ്ഞ ശേഷമാണ് ഗണപതി ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയ വേഷത്തിലൊന്നുമല്ല കേട്ടോ ഞാൻ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിലോട്ടൊക്കെ പോയി അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടായിരുന്നു കേട്ടോ. വേഗം പോയി തൊഴുതിട്ട് വേണം ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുവാണ് കേട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ സൂയിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് സൂയിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ സൂയിലെത്തി. ഇവിടെ പല സെക്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം, അക്വേറിയം, പിന്നെ അവിടെ സൂ അനിമൽസിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം സൂയിലോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ പോവാമെന്നാണ് വിചാരിക്കുന്നത്. തിരിച്ച് വരുമ്പോൾ ഒരുപാട് സമയം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പോകാത്ത കേട്ടോ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കണം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ആ സൂ എഴുതിയിട്ടുള്ള മൃഗശാല എഴുതിയിട്ടുള്ള ബോർഡ് കണ്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ അവിടെ എത്താനായി, എൻട്രൻസിൻ്റെ അവിടെ എത്താനായി. അങ്ങനെ അതിൻ്റെ സൈഡിലായിട്ട് ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റുന്നതല്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഐസ്ക്രീം. കാരണം എനിക്ക് കഫക്കെട്ട്, ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീം എനിക്ക് കഴിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമായി. കാരണം ഇങ്ങനെ നല്ലത് വരുമ്പോഴാണ് എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തരത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വാങ്ങി തരത്തില്ല. അങ്ങനെ ഞങ്ങൾ എൻ്ററായിട്ടോ. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പല തരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. മരങ്ങളുണ്ടായിരുന്നു. ഓരോ മരത്തിനും ഒരു പേരെഴുതി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ അവിടെ കാണാനുണ്ടായിരുന്നത് കാട്ടുപോത്തിനായിരുന്നു. അത് ഞാൻ നേരെ വീഡിയോ എടുത്തിട്ടില്ല. അത് മറ്റേ സൈഡിലാണ്. ഞാൻ ഈ സൈഡത്തെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ആ സൈഡ് കാണിച്ചിട്ട് നേരെ കാട്ടുപോത്തിനെ കാണിക്കാതെയാണ് ഫസ്റ്റ് ഈ സൈഡിലേക്ക് വന്നത് കേട്ടോ. ഇവിടെ ഒരു കുരങ്ങനായത് സിംഹവാല കുരങ്ങനാട്ടോ. ഇത് ഒരു ബ്ലാക്ക് കളറിലാണ് സിംഹവാല കുരങ്ങനെ. എനിക്ക് സൂവിൽ പോയിട്ട് കാണേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് 1-2 വട്ടം കേട്ടോ. വലിയ കുരങ്ങന്മാർ കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഒരു 2-3-4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബോർഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ലയൺ ടൈൽഡ് അയ്യോ ബാക്കിക്ക് വായിക്കാൻ പറ്റില്ല. അതെന്തോ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താ കാട്ടുപോത്ത് അവിടെ ഇരിപ്പുണ്ട്. അതിനടുത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ തന്നെ. ആ കാട്ടുപോത്തിൻ്റെ കൂട്ടിനുള്ളിലായിട്ട് അനിമൽസ് അല്ല ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, കാരണം എപ്പോഴും കണ്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം. പിന്നെ അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റും. പല ആൾക്കാർ ഇപ്പം തന്നെ പോയിരിക്കുന്നത് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവർക്ക് ക്ഷീണമായി. പിന്നെ അവിടെ വേറെ എന്തോ ഒരു കുരങ്ങനുണ്ട്. ബോർഡ് നേരെ നോക്കിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കടിച്ച് നിങ്ങൾക്ക് ഏത് കുരങ്ങനത് കാണാം. ആ കുരങ്ങൻ്റെ കളറും മരത്തിൻ്റെ കളറും ഏതായതുകൊണ്ട് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കുരങ്ങൻ്റെ ശില്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കണ്ടത് അവിടെ അതായിരിക്കണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ വല്ലത് കണ്ടാൽ അവളെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ വേറെ എന്തോ കിളിക്കൂട് എന്തോ ഉണ്ട്, അത് കാണിക്കാനാണ് ഞാൻ നോക്കുന്നത്. പിന്നെ മേലെ ഒരു മരത്തിൽ കിളിക്കൂടുണ്ടായിരുന്നു. അത് അവർ സെറ്റ് ചെയ്തതല്ല, അത് ഒരു കിളി അത് ചെയ്തതാണ്. വല്ല കാക്കിയോ ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, അത് എബു പോലെ, പക്ഷേ എബു അല്ല, വേറെ എന്തോ ആയിരുന്നു കേട്ടോ അതിലുള്ളത്. 3 ബോർഡുണ്ട്. പക്ഷേ ഇത് 2 മാത്രമേ കാണാനുള്ളൂ. ഒരു കാട്ടുകോഴിയോടെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു, അതിന് മാത്രമേ കാണാനില്ല. ബാക്കിയുള്ള ആ തത്തമ്മ വേറൊരു കൊക്ക് പോലത്തെ ഒരു സാധനം മാത്രമേ കാണാനായതുള്ളൂ. പക്ഷേ അതിലെ കാട്ടുകോഴി കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലത് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇത് കൂബനാണ് കേട്ടോ. ഈ കൂബൻ കേട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂബൻ എഴുതിയിട്ടുണ്ട്. 2 ഉണ്ട് കേട്ടോ. ഒന്നിന് നേരെ അവിടെ ഇരിപ്പുണ്ട്. അത് ചീറ്റിയിരിക്കുന്ന കണക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ചിലകൊക്കെ വിരിച്ചിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ട പോലെയൊക്കെ തോന്നും, കൊത്താൻ വേണ്ട പോലെ ചിലപ്പോൾ മാത്രം. അപ്പോൾ ഇത് എന്തോ ഒരു പേര് എഴുതിയിട്ടുണ്ട്, കാജു പേസട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിക്കാൻ പറ്റില്ല, വായിക്കാൻ കിട്ടണമില്ല. പക്ഷെ ആ കൂട്ടിനുള്ളിൽ ഒന്നുമില്ല, കാലി കിടക്കുകയാണ്. കാരണം ആ കൂട്ടിനുള്ളിൽ ആ കിളി മുകളിൽ കയറി നിൽക്കുക കേട്ടോ. എൻ്റെ കസിൻ ബ്രദറ് അത് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആ കിളി അതിൻ്റെ മുകളിൽ അതേ കണക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരും അതുപോലെ എന്തോ കോൺവെർസേഷനിലായിരുന്നു. പക്ഷെ അവരെന്തോ പറയണു, അതെന്തോ തിരിച്ച് പറയുന്നു, അങ്ങനെയായിരുന്നു. അതിൻ്റെ വാല് മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ.
ഇതാണ് അതിൻ്റെ വാല് ഞാൻ ചെറുതായിട്ട് കാണുന്നുണ്ട് പറഞ്ഞത് കേട്ടോ, ചെറുതായിട്ടേ കാണാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൂട് പോയി നോക്കാം, അടുത്ത കൂട്ടിലെന്താണ്. ഈ കൂട്ടിലൊക്കെ ഓരോ തത്തമ്മകളാണ് കേട്ടോ. ഇതൊക്കെ സാധാ തത്തമ്മകളാണ്. പക്ഷേ വേറെ വേറെ ചില കൂട്ടുകളിൽ റയറായിട്ട് കാണുന്ന തത്തമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ഇതിൽ ഒരു ഓറഞ്ച് പച്ച കളർ തത്തമ്മയൊക്കെയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ചവർണ്ണ തത്ത ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഇതിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഈ തത്തമ്മനെ വാങ്ങണതാട്ടോ, എനിക്ക് ആഗ്രഹമുണ്ട് വലുതായിട്ട്. അപ്പോൾ വാങ്ങാൻ പറ്റും, എനിക്ക് അറിയത്തില്ല വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടോ അത് വേണത്. ഈ കുട്ടിയുടെ ഫേവറേറ്റ് ബേർഡ് അതായിരുന്നു കേട്ടോ, ഇപ്പോഴും ആണ്. പിന്നെ വേറെ ടൈപ്സ് ഓഫ് തത്തമ്മകളുണ്ടായിരുന്നു. ഇതുണ്ട് വെള്ള കളർ തത്തമ്മ, വെള്ള കളറായിരുന്നു ഇത് കാണാൻ. അതിൻ്റെ തലയിലത് പൂ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ നേരെ കാണുന്നില്ല അതൊന്നും. പിന്നെ ഉള്ളത് വേറൊരു ഗ്രേ കളറായിട്ടുള്ള ഒരു ജീവി, അത് പ്രാവ് പോലത്തെ സാധനമാണ്, എനിക്ക് അറിയില്ല. ഇത് അതേപോലെ വേറെ ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൽ ഗ്രീൻ വിൻറ്റഡ് മക്കാവോ അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ വായിച്ചു ഗായ്സ്. എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് കഴുകനെയും ഈഗിൾസിനെയൊക്കെയാണ് കേട്ടോ. അതിൽ ഈ മരത്തിൻ്റെ മുകളിൽ ഒരു കൂടുണ്ട് കേട്ടോ, ആ കൂടാണ് നിങ്ങൾ ഈ കണ്ടുപിടിക്കുന്നത്. വെള്ളി മൂങ്ങ ബ്രാണ ഉഴുന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇംഗ്ലീഷിൽ സൗണ്ട് പോയി. പിന്നെ അത് വലിയ കൂട്ടിനുള്ളിൽ ആകെ 2 എണ്ണമുള്ളൂ. നല്ല വലിയ കൂടാണ്, അതുകൊണ്ട് 2 എണ്ണം. അത് ചെറിയ സൈസായതുകൊണ്ട് നേരെ കാണുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടാവും തല. ഇപ്പോൾ അത് ഒരു കൂടിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നു കേട്ടോ, മരത്തിൻ്റെ മുകളിലൊക്കെ. പിന്നെ ഇതൊരു ഈഗിളാണ്, ഈഗിളല്ല കഴുകൻ ഗൈസ്, കഴുകനാണിതിങ്ങനെ തൂവൽ ചൊറിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ഞങ്ങൾ കണ്ടപ്പോൾ നല്ല വലിപ്പമുണ്ട് ഒരു ഗൈസ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ തിന്നാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. അത് ഇന്ന തിന്നാനുള്ളതൊക്കെ ഞാൻ ഹൈറ്റ് വെച്ച് ചെറിയതായതുകൊണ്ട് ഇന്ന തിന്നാനുള്ള വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പിന്നെ വെള്ള വയറൻ പരുന്തോ അങ്ങനെ എന്തൊരു പരുന്തുണ്ടായിരുന്നു, പക്ഷെ അത് അവിടെ ഞാൻ കണ്ടില്ല. പിന്നെ അതിൻ്റെ തന്നെ ആ കഴുകൻ്റെ തന്നെ വേറെ ടൈപ്പ് ഓഫ് ഒരെണ്ണം ഉണ്ടായിരുന്നു, വേറെ ഒരു കറുപ്പ് കളർ ചിറകുള്ളത്. അതൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ആ വലിയ കൂട്ടിൽ ആ 3 ടൈപ്പ് ഓഫ് തന്നെ ഉള്ളൂ. പക്ഷേ അവർ നല്ല വലുതായതുകൊണ്ടായിരിക്കാം വലിയ കൂടൊക്കെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മങ്ങിയിട്ടവൻ കാണുന്നുണ്ടാവുക, കാരണം വെയിലായതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ വേറെ ഇങ്ങോട്ട് പോയി ആ കൂടിൻ്റെ തന്നെ വേറൊരു സൈഡ് പോയപ്പോൾ അതിന് നേരെ ഒന്നുകൂടി പിന്നെ ചിറകൊക്കെ നേരെ അതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. നല്ല വലിയ കൂടാണ് ഗൈസ്, നല്ല സൈസുണ്ട്. പിന്നെ ഇതിന് കുറേ വഴികളുള്ളതുകൊണ്ട് നമ്മൾ പോയ വഴി ഏതാ വന്ന വഴി ഏതാ അതൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇവിടെ കുറേ സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പരുന്ത് മാത്രമേ ചെറിയ സൈസുള്ളൂ. പക്ഷേ എല്ലാം കൂടെ കൊത്തുകൂടില്ല, കാരണം കഴുകൻ വലിയ സൈസായതുകൊണ്ട് പരുന്ത് ചെറിയതായതുകൊണ്ട് കൊത്തുകൂടില്ല എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ വേറെ വേറെ സ്ഥലത്തായിട്ട് പോയിരിക്കുന്നത് ആരും മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് വേറൊരു കൂടാണ് കേട്ടോ, പക്ഷെ ഇതിനുള്ളിൽ ഞാനൊന്നും കണ്ടതൊന്നുമില്ല. വലിയൊരു കൂട്, നല്ല ഭംഗിയിൽ അവർ അലങ്കരിച്ച് വെച്ചിട്ട് കുറേ ചെടികളും പിന്നെ ഒരു കുളമൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇതിനുള്ളിൽ എനിക്കൊന്നും കണ്ടില്ല ഗൈസ്, ഒന്നും കണ്ടില്ല. ഒരു അണ്ണാൻകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നത് കണ്ടു. ആ ഒരു ചെറിയ അണ്ണാൻകുട്ടിക്കാണ് അത്ര വലിയ സ്പേസ് എന്നൊന്നും എനിക്കറിയത്തില്ല. വേറെ ഒന്നിനും ഞാൻ കണ്ടില്ല കേട്ടോ ആ കൂടിനുള്ളിൽ. ചില കൂടൊക്കെ അതുപോലെ കായായിട്ട് കിടക്കുവാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഗ്ലാസിൻ്റെ കൂടുണ്ടായിരുന്നു, അതിനുള്ളിൽ എന്തോ ഒരു കിളി എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞു പോയത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ വല്ലതും കാണാണ്ടോ നോക്കണതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുന്നുണ്ടോ ഗ്ലാസ്സിൽ കൂടെ? ഞാൻ ഫോൺ പിടിച്ചിട്ട് അങ്ങോട്ടും കൂടെ നടക്കാം ഗൈസ്. ഞാൻ ഫുള്ള് ക്യാമറ ഓണാക്കിയിട്ട് അങ്ങോട്ടും കൂടെ ഓടിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് വലിയ ക്ലിയറൊന്നും ഉണ്ടാകില്ല, വലിയ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, ഷെയ്ക്കായിട്ടായിരിക്കും ഉണ്ടാകുന്ന വീഡിയോസൊക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട ഈകളൊക്കെ ഉള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റുള്ളത് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുള്ളിൽ ഒന്നും ഇല്ല കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് മുതലക്കുളമാണ്, മുതലക്കുളം. അവിടെ മുതലേ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നില്ലേ? ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ പൊങ്ങി കിടക്കുന്നുണ്ട് വെള്ളത്തിൽ. 2-3 എണ്ണം കേട്ടോ, കുറേ എണ്ണം ഉണ്ട്, 5 കുറച്ചെണ്ണം ഉണ്ടായിരുന്നു കണ്ടോ. ഈ സൈഡിൽ നിന്നും പല സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ കണ്ണിങ്ങനെ കാണുന്നുണ്ട്, നേരെ വണ്ണൊന്നും കാണുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു അടിപൊളി ഗൈസ്. ഇവിടെ കുറേ വെള്ളക്കൊക്കുകളല്ല, വേറെന്തൊരു കൊക്ക് പോലത്തെ ഒരു ജീവിയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്ലെമിംഗോനൊക്കെ പോലത്തെ ഉണ്ടായിരുന്നു. അതിന് പല കളറുണ്ടായിരുന്നു, വെള്ളയായിരുന്നു കൂടുതൽ, പക്ഷേ അതിൽ തന്നെ പിങ്കൊക്കെ ഉണ്ടായിരുന്നു. പിങ്കാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരാൻ നോക്കുന്നത്. അവിടെ ഒരു ചെറിയ പിങ്ക് കളർ കണ്ടില്ലേ, അത് വെള്ളത്തിൽ കൂടെയൊക്കെ പോകുന്നത് വലിയ കൊക്കൊക്കെ കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതാ ഇപ്പുറത്ത് അവിടെ എന്തിലും മുകളിൽ കയറി നിൽക്കുന്നുണ്ട് ആ പിങ്ക് ചിറകുള്ളത് കേട്ടോ. അറ്റത്ത് മാത്രം ചെറിയൊരു പിങ്ക്, പക്ഷെ നല്ല യുണീക്കായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ പിങ്കിനെ കാണാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ നീന്തി വെള്ളത്തിൽ കൂടെ ഒക്കെ പോകണത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ വേറൊരു ബ്ലാക്ക് കളറുള്ള താറാവ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പല കളേഴ്സും ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. കൊക്കല്ല, പക്ഷേ താറാവുമല്ല, അങ്ങനെ എന്തോ ഒരു ജീവിയാണ്. അതെന്ത് ജീവിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ എണ്ണമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നുണ്ടായിരുന്നു, ഒപ്പം പാറിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു കോഴീനെ പോലത്തെ ഒരു സാധനം. ഇതെന്താ സാധനം എന്ന് എനിക്കറിയത്തില്ല. ഇതിനൊക്കെയാണ് നമ്മൾ കണ്ടത് ടൈസ്. ആ കോഴീനെ നമ്മളിപ്പോൾ കണ്ടത്, നീലക്കോഴി. ആ കോഴീനെ നമ്മൾ കണ്ടത് ഇപ്പോൾ. ബാക്കിയുള്ള ജീവികളെ ഞങ്ങൾ കണ്ടു, സാധാ താറാവും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ കറുത്ത താറാവ് ഗൈസ്. പിന്നെ ഇവിടെ നീർനായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നീർനായനെ കാണാൻ പോകാം ഗൈസ്. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ക്യാമറയ്ക്ക് എന്തൊക്കെ പറ്റി. ഞാൻ ക്യാമറ തുറച്ചതാട്ടോ ഗൈസ്, ക്യാമറ ക്ലിയർ പോയിട്ട്. ഗൈസ്, ഈ കുളത്തിലാണ് നമ്മുടെ നീർനായ ഉള്ളത്. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടോ ഈ ബോൾ എടുത്തിട്ടുള്ളത്. 2-3 ഉണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ നീർനായനെ? നല്ല ക്യൂട്ടായിട്ടുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ബോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് കളിക്കുന്നൊന്നുമില്ല. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ല കേട്ടോ ഗൈസ്. അത് മൂക്കിൽ വെച്ചിട്ട് കളിക്കുന്നതൊക്കെയാണ് ഫോണിലും ടി വിയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇത് കരടി ഗൈസ്, പന്നിക്കരടി എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിത് ബോർഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. ആ പന്നിക്കരടി, പക്ഷേ അത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല, കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് പന്നിയുടെ പോലെയുള്ള മൂക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്. കണ്ടോ, പന്നിക്കരടി അവിടെ എഴുതിയിട്ടുണ്ട്. പന്നിക്കരടിയെന്നും തേൻകരടിയെന്നും അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ നടന്നു പോകുന്നതൊക്കെ ചുമ്മാ വീഡിയോ എടുത്താടിയതാണ്. ഇതിലാണ് നക്ഷത്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ആമുള്ളത്. അറ്റത്ത് കണ്ടില്ലേ മഴ പോയ, അതാണ്. പിന്നെ ഈ കൂട്ടിൽ ഞാൻ എന്താ കാണിക്കുന്നത് എനിക്കെന്നെ അറിയത്തില്ല, കാണുന്നില്ല. പിന്നെ ഒരു കോഴീനെ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിനെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു, കുറേ തൂവലൊക്കെ ആയിട്ട്. പിന്നെ ഒരു നീല കളറുള്ള ഒരു കിളീനെ പോലെ ഉണ്ടായിരുന്നു. മുടി ഇങ്ങനെ പാറിക്കളിക്കുന്ന പോലെ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടേ ഇല്ല. സൂവിൽ പോയതുപോലെ കാണാത്ത കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. ഞങ്ങൾ കുറേ കാര്യം സൂവിൽ പോയിട്ട്, അപ്പോൾ സൂവിൽ പോയപ്പോൾ നല്ല സന്തോഷമായിരിക്കും, അതാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് എനിക്ക് വീഡിയോ എടുത്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ ഫുള്ളായിക്കൊണ്ടാണ് എന്തോ. പിന്നെ അതേപോലെ വെള്ള കളർ കോഴീനെ പോലെ തന്നെ വേറൊരു കോഴി ഉണ്ടായിരുന്നു. അത് കോഴി ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കോഴീനെ പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ആമയാണ് തോന്നുന്നുണ്ട്, പക്ഷെ അതിനൊന്നും നേരെ കാണുന്നില്ല. ചെറിയ വെള്ളപ്പൊക്ക് അങ്ങനെ എന്തോ ഗൈസ് നമ്മൾ ആ കിളിനെ കണ്ടത്, ആ കിളിയിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ ആമയല്ല, സോറി മാറിപ്പോയതാണ്. ഇതിൽ ആ തത്തല്ലേ, അതുപോലത്തെ ഒരു കോഴീനെ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ്, ഇവിടെ മാനുണ്ട്. ഒരു മാൻ മാത്രം വെറൈറ്റിയാണ്, ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ ഉണ്ട്. ആ മാൻ മാത്രം വേറൊരു ടൈപ്പ് ഓഫ് മാനാണ്. ഇവിടെ കുറേ മാനുകളുണ്ട് കേട്ടോ. ഇത് താറാവ് ഗൈസ്, സാധാ ടൈപ്പ് ഓഫ് താറാവ്. ഇത് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഫോണെങ്ങാൻ വീഴുമെന്ന്. പക്ഷേ എനിക്ക് വീണതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഫോൺ വീണ എന്തുണ്ടാവും എന്നൊക്കെ. പിന്നെ അവിടെ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ ബ്രദേഴ്സൊക്കെ ആ മീനെ കണ്ടിട്ട് നമുക്ക് ചൂടിട്ട് പൊരിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഈ കൂട്ടിൽ സിംഹം അത് ഞാൻ നേരെ കാണിക്കാം കേട്ടോ. എൻ്റെ മേളിൽ കൂടെ പോയാൽ നേരെ കാണാം. ആ സിംഹം ആ ദൂരത്തന്നെ നിൽക്കേണ്ട, അടുത്തേക്ക് വരുന്നുണ്ടാവില്ല. പിന്നെ ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, വലിയ ഒരെണ്ണമുണ്ട്. പിന്നെ 2-3 ചെറുതുണ്ട്. പിന്നെ ഇവിടെ പുഴ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൽ കുറച്ചെണ്ണം മുങ്ങി കിടക്കുന്നുണ്ട്. ഒരു കൂട്ടത്തോടെയുള്ള മാനിനെ പോലുള്ളൊരു ജീവി, മാന് പോലത്തെ ഒരു സാധനം കുറേ ഉണ്ടായിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു, അതായത് പുല്ല് തിന്നിയായിരുന്നു. പിന്നെ ഇതാണ് ഗായ്സ് പുള്ളിമാൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് മാനുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ 2 മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും വീഡിയോ കൂട്ടിയതാണ് കേട്ടോ. പിന്നെ ഈ മാൻ്റെ കൊമ്പ് ഡിഫറെൻ്റാണ്, ചുരുട്ടിയിട്ട് കൊമ്പുകളൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തോ യമൂനെ പോലെ എന്തോ ഒരു ജീവിയുണ്ട്. പിന്നെ കൂടെ മാനിനെ പോലെ വേറെ എന്തോ ജീവിയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി ടൈപ്സ് ഓഫ് മാനുകളാണ്, വെള്ളമാൻ, പിന്നെ സാധാ ഒരു പശുവിൻ്റെ കളർ പോലത്തെ ഒരു കളറുള്ള മാൻ. അപ്പോൾ വെള്ളമാനെ കണ്ടിട്ട് ചിലതിന് കൊമ്പില്ലാത്തതുകൊണ്ട് അത് ആട്ടുകുട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ കസിൻ ബ്രദേഴ്സ്. അവർക്ക് തന്നെ കൈസ് പണി ഓരോന്നിനും കുറ്റം പറഞ്ഞു നടക്കുക. പിന്നെ ഇവിടെ
പോത്ത് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. അതിൻ്റെ ബോഡിയൊക്കെ നോക്കുക ഗൈസ്, 6 പാക്ക് പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് വേറെ ഏതോ ജീവിതം എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ക്യാമറയിൽ കൂടെ. പിന്നെ ഇവിടെ ഗൈസ് പുള്ളിപ്പുലി ഉണ്ട് ഗൈസ്. ഞങ്ങൾ കുറേ തപ്പിയിട്ടാണ് പുള്ളിപ്പുലിനെ കിട്ടിയത്. ഞങ്ങൾ പുലി കടുവ പറഞ്ഞൊക്കെയായിരുന്നു മാനിനെ കാണുമ്പോഴൊക്കെ. പിന്നെ ഇവിടെ വൈറ്റ് ടൈഗറാണിത് എന്നാണ് എൻ്റെ ഇത്. വൈറ്റ് ടൈഗർ ഉണ്ടായിരുന്നു. അതിനൊക്കെ വയസ്സായ കണക്ക് ചെയ്യുമ്പോൾ തീരെ ആരോഗ്യമില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് പിന്നെയും കയറി വന്നപ്പോൾ അത് കടന്നുറങ്ങി ക്ഷീണിച്ചിട്ട്. സോറി ഗായ്സ്, ഇത് വൈറ്റ് ടൈഗർ അല്ല. ഞാൻ നേരത്തെ കാണിച്ചത് വൈറ്റ് ടൈഗർ അല്ല കേട്ടോ. ഇപ്പം കാണിക്കുന്നതാണ് വൈറ്റ് ടൈഗർ. പിന്നെ ഇവിടെ എന്താ കുഴിമാന്നിട്ട് ഇട്ടിട്ടുണ്ട്, അതിലൊന്നുമില്ല. പിന്നെ ഇത് വൈറ്റ് ടൈഗറിൻ്റെ ഫീമെയിൽ. പിന്നെ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇലയാണ് കാണിക്കുന്നത്, പക്ഷേ ശരിക്കും ഞാൻ കാണിക്കാൻ നോക്കുന്നത് ഫീമെയിൽ ലയണാണ് കേട്ടോ. അത് ഇങ്ങനെ കിടക്കുകയാണ് കൂട്ടിൽ. അതിൻ്റെ തൊട്ട് നേർക്കാണ് മെയിൽ ലയണുള്ളത് കേട്ടോ. അതിന് നോക്കി കിടക്കുക കേട്ടോ. അതിങ്ങനെ കടന്നുറങ്ങിയ പോലെ കിടക്കുകയാണ്. മറ്റേത് ദൂരത്ത് നിന്നിട്ടുണ്ടാകുന്നത് ഇതിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്, ഈ ഫീമെയിൽ ടൈഗറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ യങ് ആയിട്ടുള്ളൊരു ടൈഗറിനെ കണ്ടു കേട്ടോ. അതിനത്ര വയസ്സായ പോലെ തോന്നിയില്ല. പിന്നെ ഇവിടെ ഹൈന ഉണ്ടായിരുന്നു. ഹൈന ഓടി ഓടി നടക്കുകയായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഹൈനയും ടൈഗറും കൂടെ ചെറിയൊരു ഫൈറ്റ് സീൻ പോലെ ക്രിയേറ്റ് ആയെങ്കിലും ടൈഗർ പേടിച്ചോടി ഗൈസ്. പക്ഷേ ടൈഗർ ഗർജിച്ചു ഗൈസ്. ഞങ്ങൾ വേറെ ടൈഗറിനെ കണ്ടെങ്കിലും അതൊന്നും സൗണ്ട് പോലും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഗർജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടിൽ ലിയോപാഡിൻ്റെ കുട്ടിയാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതൊരു കുഞ്ഞ് ഈ കൂട്ടിനുള്ളിൽ തന്നെ വേറൊരു കൂട്ടിനുള്ളിൽ പൂട്ടിയിട്ടേക്കുവാണ്. അതുകൊണ്ട് എനിക്ക് നേരെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോയി. അവിടെ ഞാൻ ആകെ 2 ബട്ടർഫ്ലൈനെ കണ്ടുള്ളൂ. വലിയൊരു ബട്ടർഫ്ലൈ പാർക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ അവിടെ ഞങ്ങൾ റെയിൻബോ കണ്ടു ഗൈസ്. അവിടെ ഫൗണ്ടൻ്റെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റെയിൻബോ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ് റെയിൻബോ? ആ വീഡിയോയിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ റെയിൻബോ. പിന്നെ അവിടെ അതുപോലെ വെള്ളം വെച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുളം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പാലം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഫുള്ള് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് അതിലത്തെ ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ബട്ടർഫ്ലൈസ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെയും ഗൈസ് ഉണ്ട് മുതലയ്ക്ക് തിന്നാൻ കൊടുത്ത മീൻ അതാ അവിടെ തന്നെ ചത്ത് കിടക്കുന്നുണ്ട് മീൻ ഗൈസ്. പിന്നെ നമ്മൾ അക്കൂരത്തിലോട്ട് എത്തി. പിന്നെ ആ ബട്ടർഫ്ലൈ പാർക്കിനുള്ളൊരു സ്നേക്ക് വേൾഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതും അനാക്കോണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്നേക്ക് പാർക്കിൽ. പിന്നെ ഇവിടെ ഫിഷ് അക്വേറിയത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഒന്നും ഫിഷസ് കാണാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഉള്ളതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഞാൻ ഓരോ ഫിഷിനെയും കാണിക്കാം കേട്ടോ ഗൈസ്. എനിക്ക് പേരൊന്നും അറിയത്തില്ല ഒന്നിൻ്റെ, അതുകൊണ്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാനൊരു സോങ് ഇട്ടിട്ട് കാണിക്കാം.